മട്ടൻ്റെ ചെറിയ ചെറിയ പീസെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ലേശം അങ്ങോട്ട് ഗ്രേവി കൂട്ടുക. കൈ കൊണ്ട് കുറച്ചങ്ങോട്ട് മിക്സ് ചെയ്ത് വൈറ്റ് റൈസിൻ്റെ കൂടെ കൊതി തീർന്നില്ലേ? പൈനാപ്പിൾ വേണ്ട. ഒരു എരിവും മധുരം എരിവും മിക്സ് ആയിട്ട് നല്ല രസമുണ്ട്. ഹായ്, ഇന്ന് നമ്മൾ പൂനെ വിമാൻ നഗറിലുള്ള ആബ്സല്യൂട്ട് ബാർബിക്യൂസ് ഒന്ന് ട്രൈ ആയിട്ട് വരാം അല്ലേ? നമ്മളങ്ങനെ ഇതെന്താ ഗ്രില്ല് ചെയ്യുന്നത്? ഇവിടെ കനല് തരും. ഇവിടെ ഇങ്ങനെ കൊറേ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം എന്താണോ? ഇത് മക്കനി മട്ടൺ റോഗൻ ജോഷ്, എഗ് കറി ഉണ്ട്, എഗ് ഫ്രൈഡ് റൈസ് ഉണ്ട്, സ്ലോ ചിക്കൻ ദം ബിരിയാണി. ഇതെന്താ? ഇത് വെജ് ബിരിയാണി. അവിടെ ഐസ്ക്രീം, ഡെസേർട്ട്. ഇതെന്താ സാധനം? ക്രിസ്പി കോൺ. കോണോ? ഞാനും ട്രൈ ചെയ്തു. ഇത് നൈസാ. ഇതിലാണ് ഇനി ഗ്രില്ല് ചെയ്യല്ലേ? ഇത് നെക്സ്റ്റ്. ഇതെന്താ സാധനം? പൊട്ടറ്റോ. ഇപ്പൊ കൊണ്ടുവച്ചത് പൊട്ടറ്റോ കുറച്ച് മിക്സ് കബാബ. വെജ് മയോണൈസ്. അത് വെജ് മയോണൈസ്. ഇത് ഹണി മസ്റ്റാർഡ് മയോണൈസ്. ഇത് ഹണി മസ്റ്റാർഡ് പുതിന. അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കാനാണ് തോന്നുന്നത്. ഒന്ന് മതി. സോ ഇതിനി നമ്മളെന്ത് ചെയ്യും? ഇതിനി നമ്മളെന്താ ചെയ്യേണ്ടത്? ഓൾറെഡി ആയിട്ട് ആയതാ? പിന്നെ ചൂടാവാൻ ചിക്കൻ അല്ലേ? ഇത് രണ്ട് ഫിഷ്, എന്തോന്നും കൂടെ ചിക്കൻ, പൈനാപ്പിൾ അതും ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്.
ഇത് നല്ലൊരു സ്മോക്കി ഫ്ലേവർ വരും. ഇത് രണ്ടും, ഇത് ഫിഷാ, ഇത് പ്രോൺസ്, ഇത് ചിക്കൻ, ഇത് പൈനാപ്പിൾ. ടേസ്റ്റ് ഉണ്ടോ? ചൂടുണ്ട്. ഇതിൻ്റെ അകത്തും നല്ല ചൂടുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പും ഇല്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് വന്നോണ്ട് നിൽക്കുന്നുണ്ട്. ഏതാ ഫിഷ്? എങ്ങനെ? ചിക്കനൊക്കെ ഇവിടെ എല്ലായും മാറി. അതിൻ്റെ ഒരു കബാബ് കൊള്ളാം, ടേസ്റ്റ് ഉണ്ട്. ഈ സോസസ് കൂട്ടി കഴിക്കുമ്പോൾ നല്ല നൈസാണ്. ഭയങ്കര ചൂട് കേട്ടോ ഇവിടെ. ഇത് പിന്നെ ഫില്ല് ചെയ്ത് കഴിച്ചു. ഇവിടെ ആൾക്ക് തിന്ന് തുടങ്ങിയപ്പോഴേക്ക് തന്നെ ഇങ്ങനെ മത്ത് പിടിച്ച പോലെ ഉണ്ട്. വലിയ കാര്യത്തിൽ തീരുന്നൊക്കെ പറഞ്ഞു വന്ന ആള് സ്ലോ ആയി കഴിച്ചു. ഒന്നും കയറുന്നില്ല അകത്തേക്ക്. അവിടെ കണ്ടു ചാട്ട്, പാസ്ത, ഫിഷ്. ഇവിടെ നമുക്ക് ലൈവ് കൗണ്ടർ, അപ്പുറത്ത് ഡെസേർട്ട്, ഐസ്ക്രീം, ഇങ്ങനെ സെറ്റ്. ഫിഷൊക്കെ നല്ല മൊരിഞ്ഞ് വരുന്നുണ്ട്. പ്രോൺസ് പിന്നെ നമ്മൾ കഴിക്കില്ല, ഒരു ടേസ്റ്റ് ചെയ്യാൻ നല്ല മാർക്കുണ്ട്. എന്നാ കരിഞ്ഞുകൊണ്ട് നല്ല ചൂടാണ്. ഇതാണ് ഇവരുടെ മെനു. നമ്മളിപ്പോൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും. ഇത് നിങ്ങൾ സ്റ്റാർട്ടേഴ്സ് കണ്ടോ? അമൃത്സരി ചിക്കൻ ടിക്ക, തന്തൂരി സ്മോക്ക് ഡ്രം സ്റ്റിക്ക്, ചിക്കൻ സീ കബാബ് ഉണ്ട്, പ്രോൺസ്, കോസ്റ്റൽ പ്രോൺസ്, മസ്റ്റാർഡ് ഗാർലിക് ഫിഷ് ടിക്ക ഉണ്ട്, ഹരിയാലി ചിക്കൻ ടിക്ക, പിന്നെ ലെഗ് പീസ് എത്തി ഗൈസ്. ഇത് പിന്നെ ഫില്ല് ചെയ്ത്. ഡ്രിങ്ക്സ് ഫ്രീ ആണ്. ഞാൻ ഓർഡർ ചെയ്തത് ഇതെന്തായിരുന്നു? ബ്ലൂ ഏഞ്ചലാണ്. അത് നോർമൽ. അടിച്ച് കയറ്റുന്നുണ്ട്. പിന്നെ ഒരു പണ്ടെല്ലാം ജഗദീഷ് ശ്രീകുമാർ സിനിമയിൽ ഇങ്ങനെ കടിച്ചു വരയ്ക്കണ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് കണ്ടില്ലല്ലോ. ലൈഫിലിങ്ങനെ ചാൻസ് കിട്ടുമ്പോൾ ഒരു മിനിറ്റ്. നല്ല ടേസ്റ്റ്, നല്ല ചൂട്. അതിൻ്റെ തുത്തോ നീ. എൻ്റെ ഫേവറേറ്റ് പാനി. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് പ്ലേറ്റ് കൊള്ളാം, വായിലേക്ക് കണ്ടിടുക. ഡെസേർട്ട് സെക്ഷനിൽ ഫ്രൂട്ട്സ് ഉണ്ട്. പപ്പായ, വാട്ടർമെലൺ, അങ്ങനെ മസ്മെലൺ, പിന്നെ പായസം, പേരൊക്കെ ഉണ്ട്. സാഫ്രൻ ഫിർണിയുണ്ട് സാധനം, പേസ്ട്രി, കുറച്ച് റസ്ഗുള്ള ഉണ്ട്, പിന്നെ കുറേ പേസ്ട്രീസ്, മാംഗോ ചീസ് കേക്ക്, ഡ്രൈ ഫ്രൂട്ട് കേക്ക് എന്ന് പറഞ്ഞിട്ട് സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ പല കേക്ക്സ് ഉണ്ട്, കുറേ ചെറീസ് ഉണ്ട്. ഇവിടെ മറ്റേ ഐസ്ക്രീം കിട്ടുന്ന സ്ഥലമാണ്. പല ഐസ്ക്രീം മിക്സ് ചെയ്ത് കൊടുക്കുക അവർ പറഞ്ഞ പല ഫ്ലേവേഴ്സ്. ചെറിയ കുറേ ചെറീസ് വെച്ചിട്ടുണ്ട്. ആ പ്ലേറ്റ് ഒന്ന് കാണിക്കും. നല്ല ആവി പോകുന്ന മട്ടൻ കറി. കഴിച്ചു കഴിഞ്ഞു ഗൈസ്. വയറ് ഫുള്ള് നിറച്ച് ഇനി പോയി കിടന്നുറങ്ങാം. യെസ്.
നമ്മള് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് നൈസായിരുന്നു. നല്ലതാ. നല്ലോണം കഴിക്കാൻ പറ്റുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. എല്ലാ സാധനങ്ങളും കിട്ടും. മട്ടൻ എങ്ങനെ? മട്ടൻ ഞാൻ മെയിൻ കോഴ്സിൽ മട്ടൻ കറിയും ചോറും എടുത്ത്. മട്ടൻ കറി മട്ടൻ പീസൊന്നും അത്ര നല്ലതൊന്നല്ല, ഇങ്ങനെ പാർട്സ് ഒന്നും അങ്ങനത്തെ എല്ലാം അധികം. പക്ഷെ കറി കുഴപ്പമില്ല, ഒരു മസാല. അപ്പൊ ഞാൻ പിന്നെ മട്ടൻ കറി ചോറും നല്ലോണം കഴിച്ചു. വേറെ മെയിൻ കോഴ്സ് കഴിച്ചില്ല. പിന്നെ ബിരിയാണി അങ്ങനെ പലതും ഉണ്ടായിരുന്നു. എനിക്കിഷ്ടായി. എനിക്ക് ആ മറ്റേ ഗ്രില്ല് ചെയ്ത ചിക്കൻ, ഫിഷ് അതെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അതല്ല നൈസ്. സ്റ്റാർട്ടേഴ്സ് എപ്പോഴും ഇവിടുത്തെ അടിപൊളിയാണ്. എനിക്ക് സ്റ്റാർട്ടേഴ്സ് നല്ല ഇഷ്ടപ്പെട്ടു. സീക്ക് കബാബ് എസ്പെഷ്യലി, അത് എന്റെ സ്റ്റാർട്ടേഴ്സ്. ഫിഷും കുഴപ്പമില്ല. ഞാൻ പൊട്ടറ്റോന്റെ സാധനം കൊണ്ടുവന്നത് നൈസാണ്. പിന്നെ മെയിൻ കോഴ്സിൽ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമായിട്ടില്ല. പിന്നെ ഇവിടെ എല്ലാം ഉണ്ട്. മറ്റേ എന്തായിരുന്നു, കുന്തി, മഴിമന്തി, മന്തിയും കുഴിമന്തി ആവുന്നില്ല. പക്ഷെ എല്ലാം ബിരിയാണി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. കൊള്ളാം. ഞാൻ പക്ഷെ അധികം മെയിൻ കോഴ്സ് ട്രൈ ചെയ്തില്ല. ഡെസേർട്സിന് ഐസ്ക്രീം, കേക്ക് അങ്ങനെ നല്ലോണം കഴിക്കുന്നവർക്ക്. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. സർവീസ് ഇവരെല്ലാരും ഇടക്കിടക്ക് വന്ന് എന്തെങ്കിലും വേണോ വേണ്ടോ എല്ലാം ചോദിക്കുന്നുണ്ട്. നല്ല നീറ്റ് ആയിട്ടുണ്ടല്ലോ എല്ലാം. പിന്നെ എന്താ, ഇതുപോലെ നല്ലോണം അടിച്ച് കയറ്റാൻ പറ്റുന്ന ആൾക്കാർക്ക് പോയി കഴിഞ്ഞാല് നല്ല പിന്നെ സെറ്റായി. ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്തു. അധികം കഴിച്ചില്ല. ഇനിയിപ്പോ ഫുഡ് വേറെ നിറഞ്ഞ് ഇനിയിപ്പോ ഒന്ന് പോയി കിടന്നു ഉറങ്ങണം. പൂനെയില് ആരെങ്കിലും മലയാളീസ് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് ഈ സ്ഥലം. ഞാൻ കൊറേ മുമ്പ് വന്നത്, ഒരു 3 വർഷം മുമ്പായിട്ടാണ് ഇങ്ങനത്തെ ആബ്സല്യൂട്ട് ബാർബിക്യൂ. വേറെ സ്ഥലം ഈ വിമാനനഗറിലുള്ളതല്ല, പക്ഷെ പോയിട്ടുണ്ട്, കൊറേ വന്നിട്ട് ട്രൈ ചെയ്യാം. അപ്പൊ ഒരു നല്ലോണം കഴിക്കാൻ പറ്റും. നല്ല പീസ്ഫുൾ, അധികം ഇങ്ങനെ തിരക്കും ബഹളമില്ല. പക്ഷെ ആൾക്കാരുണ്ടെന്നാലും കേറും അത്ര ആൾക്കാരുണ്ടായിട്ടില്ല. പിന്നെ പിന്നെ സമാധാനമായിട്ട് ഒരു മൂലയ്ക്ക് നല്ലോണം കഴിക്കാൻ പറ്റുന്നവര് വന്നു. അല്ലാത്ത രസാ, ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ എല്ലാ തരം ഫുഡും കിട്ടും അവിടെ. അതുകൊണ്ട് കുഴപ്പമില്ല, നൈസായിട്ട്. ഇനിയിപ്പോ പോയിട്ടൊന്ന് കിടന്ന് പറയുന്നു. ഇപ്പൊ അധികം വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല. ഇവിടെയുള്ള ആൾക്കാരുടെ സിവിക് സെൻസും എല്ലാം തുടങ്ങി ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. നേരെ വീട്ടിലേക്ക് വിടാം. ബൈ.